നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരുടെയും പ്രത്യേകിച്ച് ശമ്പളക്കാരുടെ ഒരു സ്ഥിരം പരാതിയാണ് മാസം പകുതിയാകുമ്പോഴേക്കും പോക്കറ്റ് കാലിയാകുന്നു എന്നത്. എത്രയൊക്കെ പണം ഉണ്ടാക്കിയാലും അത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് തന്നെ അറിയില്ല. ശരിയല്ലേ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ഒന്നൊന്നര പുസ്തകത്തെക്കുറിച്ചാണ്. ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ, വൺ ഓഫ് ദി ബെസ്റ്റ് ഫിനാൻഷ്യൽ ബുക്സ് എവർ. പുരാതന ബാബിലോണിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടതാണെങ്കിലും ആധുനിക കാലഘട്ടത്തിലും ഇതിലെ ആശയങ്ങൾക്ക് പ്രസക്തി ഉണ്ട്. ഈ രഹസ്യങ്ങൾ ലോകത്തെല്ലായിടത്തും ഒരുപോലെ ബാധകമാണ്. ലോകത്ത് അങ്ങോളം ഇങ്ങോളമുള്ള നിരവധി ആളുകൾ ഇത് തെളിയിച്ചിട്ടുള്ളതുമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ബാബിലോൺ എന്ന പുരാതന നഗരത്തിൽ ജീവിച്ചിരുന്ന അർക്കാദ് എന്ന ലോകത്തെ ഏറ്റവും വലിയ ധനികൻ്റെ കഥകളിലൂടെയാണ് പൈസ ഉണ്ടാക്കുന്നതും അത് നിലനിർത്തുന്നതും എങ്ങനെയാണ് എന്ന രഹസ്യം ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. പച്ച മലയാളത്തിൽ ആ രഹസ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വീഡിയോ മുഴുവനായും കാണുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒന്നാമത്തെ രഹസ്യം, പേ യുവർസെൽഫ് ഫസ്റ്റ്. ആദ്യം നിങ്ങൾക്ക് തന്നെ പണം നൽകുക എന്നതാണല്ലോ ഇതിൻ്റെ മലയാളി അർത്ഥം. നമ്മൾക്ക് ശമ്പളം കിട്ടിയാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുക? റൂം റെൻറ്റ് കൊടുക്കും, ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ് നടത്തും, ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കും, ആമസോണിൽ നിന്ന് സാധനങ്ങൾ വാങ്ങും, അങ്ങനെ പലതും. അതായത് നമ്മൾ മറ്റുള്ളവർക്കെല്ലാം ആദ്യം പണം കൊടുക്കും, എന്നിട്ട് മിച്ചം വരുന്നത് മാറ്റിവെക്കാമെന്ന് കരുതും. എന്നാൽ പലപ്പോഴും മാറ്റിവെക്കാൻ മിച്ചമൊന്നും ഉണ്ടാകില്ല. ശരിയല്ലേ? ബാബിലോണിലെ അർക്കാദ് പറയുന്നത്, നിങ്ങൾക്ക് എത്ര രൂപ വരുമാനം കിട്ടിയാലും അതിൽ കുറഞ്ഞത് 10% നിങ്ങൾക്കായി മാറ്റിവെക്കണമെന്നാണ്. അത് തൊടുകയോ ചെലവാക്കുകയോ ചെയ്യരുത്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് 20,000 രൂപ ശമ്പളമുണ്ട് എന്ന് കരുതുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിൽ 2,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും മാറ്റിവെക്കുക എന്നതാണ്. ബാക്കി 18,000 രൂപ കൊണ്ട് ആ മാസത്തെ ചെലവുകളെ നിയന്ത്രിക്കാൻ പഠിക്കുക. പൈസക്കാരനാകാനുള്ള ആദ്യത്തെ പടിയാണിത്, അതായത് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ രഹസ്യം, കൺട്രോൾ യുവർ എക്സ്പെൻസസ്. നിങ്ങളുടെ ചെലവുകളെ വരച്ച വരയിൽ നിർത്തുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലർ പറയും, എനിക്ക് ജീവിക്കാൻ തന്നെ പണം തികയുന്നില്ല, അതിനിടയിൽ ഞാൻ എങ്ങനെയാണ് ഈ 10% മാറ്റിവെക്കുക എന്ന്. ഇവിടെയാണ് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. നമ്മൾ പണം ചെലവാക്കേണ്ടത് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, അതാണ് നമ്മൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ളത്. പക്ഷേ നമ്മൾ പണം കളയുന്നത് ലക്ഷറിയായ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ്. മാസം തുടങ്ങുമ്പോൾ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുക. അനാവശ്യമായ ആഡംബരങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ ഈ 10% സുഖമായി മാറ്റിവെക്കാൻ പറ്റും. ആദ്യം പോക്കറ്റ് ചോരുന്നത് തടയണം സർ. മൂന്നാമത്തെ രഹസ്യം, മേക്ക് യുവർ ഗോൾഡ് മൾട്ടിപ്ലൈ. നിങ്ങളുടെ പണത്തെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മാറ്റിവെച്ച പണം വെറുതെ വീട്ടിലെ അലമാരയിൽ പൂട്ടിവെച്ചതുകൊണ്ടോ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചതുകൊണ്ടോ അത് വളരില്ല. ആ പണം ഇരട്ടിയാക്കണം. ബാബിലോണിലെ ഭാഷയിൽ പറഞ്ഞാൽ, നിങ്ങളുടെ പണം നിങ്ങളുടെ അടിമയാണ്. ആ അടിമ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളും നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കണം. അതായത് നിങ്ങളുടെ പൈസ വിശ്വാസയോഗ്യമായ നല്ല ഇടങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഉദാഹരണത്തിന് മ്യൂച്വൽ ഫണ്ടുകൾ, ഉയർന്ന പലിശ ലഭിക്കുന്ന ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ, സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ തുടങ്ങിയവ. അതിൽ നിന്ന് കിട്ടുന്ന ലാഭവും വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ആ പണം തനിയെ വളർന്ന് അത് ഒരു വലിയ തുകയായി മാറും. നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമ്മളുടെ പണം നമുക്ക് വേണ്ടി ജോലി ചെയ്യണം. ഇനി നാലാമത്തെ രഹസ്യം, പ്രൊട്ടക്റ്റ് യുവർ വെൽത്ത് ഫ്രം ലോസ്. അതായത് അറിയാത്ത പണിക്ക് ഇറങ്ങരുതെന്ന് ചുരുക്കം. നമ്മൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധമാണിത്. കുറച്ച് പൈസ കയ്യിൽ വരുമ്പോൾ പെട്ടെന്ന് പണക്കാരനാകാമെന്ന വാഗ്ദാനവുമായി വരുന്ന തട്ടിപ്പ് സ്കീമുകളിലോ അല്ലെങ്കിൽ നമുക്ക് യാതൊരു പരിചയവുമില്ലാത്ത മേഖലകളിലോ കൊണ്ടുപോയി നിക്ഷേപിക്കും. അവസാനം എല്ലാം വെള്ളത്തിലാവും. അർക്കാദ് നൽകുന്ന ഉപദേശം ഇതാണ്, നിങ്ങൾക്കൊരു കാര്യത്തെക്കുറിച്ച് കൃത്യമായ അറിവില്ലെങ്കിൽ നിങ്ങൾ ആ രംഗത്തറിവുള്ള എക്സ്പേർട്ടുകളുടെ, അതായത് വിദഗ്ധന്മാരുടെ ഉപദേശം തേടുക. സ്വർണ്ണത്തെക്കുറിച്ചറിയാൻ നിങ്ങൾ ഉപദേശം തേടേണ്ടത് സ്വർണ്ണപ്പണിക്കാരൻ്റെ അടുത്താണ്, അല്ലാതെ മരപ്പണിക്കാരൻ്റെ അടുത്തല്ല. കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. അപ്പോൾ പറഞ്ഞ 4 രഹസ്യങ്ങൾ വളരെ സിമ്പിളാണ് കൂട്ടുകാരെ. 1, വരുമാനത്തിൽ 10% ആദ്യം തന്നെ മാറ്റിവെക്കുക. 2, അനാവശ്യ ചെലവുകളെ നിയന്ത്രിക്കുക. 3,
മാറ്റിവെച്ച പൈസ കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യുക. 4. അറിവില്ലാത്ത ബിസിനസ്സുകളിൽ പൈസ നിക്ഷേപിച്ച് അത് നശിപ്പിക്കരുത്. ഇന്ന് മുതൽ തന്നെ ഈ 4 കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മാറ്റം തനിയെ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്യുക. അടുത്തയാഴ്ച വീണ്ടും മറ്റൊരു കിടിലൻ പുസ്തകത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം.